എസ് സുജാതൻ എഴുതിയ ഭിക്ഷാന്തേഹി നിർവികൽപ്പം 3-ാം ഭാഗം വായിക്കാനിടയായി. അതിലെ ശക്തമായൊരു കഥാപാത്രമാണ് ശങ്കരൻ. പണ്ഡിതരിൽ അതിപാണ്ഡിത്യമുള്ളവൻ. ഗുരുകുലത്തിലെ സഹപാഠികളൊത്ത് ശങ്കരൻ ഭിക്ഷയ്ക്കിറങ്ങിയത് ജീർണിച്ച ഒരു ഓലപ്പുരയുടെ മുറ്റത്താണ്. ദാരിദ്ര്യം കൊണ്ട് ഉഴലുന്ന ഒരില്ലം. ഭിക്ഷാന്തേഹികളെ കണ്ട് അവിടുത്തെ അന്തർജനം ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു. ശോഷിച്ച ദുർബലമായ ഒരു രൂപം. അവരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു ഉണങ്ങിയ നെല്ലിക്ക മാത്രമായിരുന്നു. അതിയായ സന്തോഷത്തോടെ ശങ്കരൻ അത് സ്വീകരിച്ചു. പിന്നീടങ്ങോട്ട് അത്ഭുതത്തിൻ്റെ ഘോഷയാത്രയായിരുന്നു ആ വൃദ്ധയുടെ ജീവിതത്തിൽ. ഇത് വായിച്ചപ്പോൾ ഭിക്ഷാന്തേഹി എന്ന പദത്തിന് അർത്ഥവും ആഴവും കണ്ടെത്തിയത് എൻ്റെ മണവാളനായ ക്രിസ്തുവിലാണ്. ആടുമാടുകൾക്ക് സ്വന്തമായ തൊഴുത്തു മുതൽ അന്യമായ ശവക്കല്ലറയിൽ അന്ത്യവിശ്രമം കൊണ്ടവൻ. വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും ശാസ്ത്രങ്ങളുടെയും എല്ലാം അഗ്രഗണ്യൻ. അരമുറുക്കിയവനൊപ്പം അന്നമായും കരയുന്നവനൊപ്പം കരുണയായും, വഴിതെറ്റിയവന് കാൽവരിയുടെ നെറുകയിൽ സ്വയം യാഗമായും, ആലംബഹീനർക്ക് അനുഗ്രഹത്തിൻ്റെ നീർച്ചാലായും, തൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ പോലും ഒന്ന് സ്പർശിക്കുന്നവർക്ക് അത്ഭുതത്തിൻ്റെ പെരുമഴയായും തീർന്ന ആ തച്ചൻ്റെ മകൻ. അവൻ കഴിഞ്ഞാൽ എനിക്ക് കാണാൻ സാധിച്ച ഒരു വ്യക്തി വിശുദ്ധ പദവിയുടെ പടവുകൾ ചവിട്ടി നിൽക്കുന്ന പെരിയ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ ലോറൻസ് കശ്മീർ പ്രസന്റേഷൻ അച്ഛനെയാണ്. വീടായ വീടുതോറും നാടായ നാടുതോറും ഭിക്ഷയെടുത്ത് അച്ഛൻ വളർത്തിയ ചെറിയ വയലറ്റ് പുഷ്പമാണ് വിസിറ്റേഷൻ സഭ. അരമുറുക്കിയും ചാക്കുടുത്തും ചകിരി പിരിച്ചുമെല്ലാം തങ്ങളുടെ എളിയ ജീവിതത്തെ സന്തോഷത്തോടെ പകർന്നു നൽകിയവരാണ് ആദ്യകാല അമ്മമാർ. അങ്ങനെ ജീവിക്കാൻ ഒരുപക്ഷെ അവർക്ക് പ്രചോദനം നൽകിയത് വിസിറ്റേഷൻ സഭയുടെ ഭിക്ഷാന്തേഹി എന്നറിയപ്പെടുന്ന പെരിയ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ലാളിത്യവും കരുതലും വാത്സല്യവും ഒന്നു തന്നെയായിരിക്കും. എളിയവനിൽ എളിയവനായി ക്രിസ്തുവിനെ അഗാധമായി പ്രണയിച്ച ആ താടിക്കാരൻ ഞങ്ങളുടെ വല്യച്ഛൻ. തൊടിയിൽ നിന്ന് ഉമ്മറത്തേക്കെന്ന് പറയുന്നത് പോലെ ആലപ്പുഴയുടെ മണ്ണിൽ നിന്ന് ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പറിച്ചു നടപ്പെട്ട വിസിറ്റേഷൻ സഭ ശതാബ്ദിയുടെ നിറവിൽ എത്തി നിൽക്കുമ്പോൾ ആ താപസമൂർത്തിയും എത്രയും പെട്ടെന്ന് അൾത്താരയിൽ വണങ്ങപ്പെടുവാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമേൻ.